ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ ബിസിനസ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണോ? 20 lakhs ഓർ മോർ ആനുവൽ ടേൺ ഓവർ ഉണ്ടോ? അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആണോ ബിസിനസ്? എങ്കിൽ 40 lakhs ഓർ മോർ ആനുവൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ എന്തായാലും GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇനി നിങ്ങളുടെ ബിസിനസിന് ഒരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടോ? എങ്കിൽ ട്രേഡ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. ഇനി ഓരോ പ്രോഡക്റ്റിനും സ്പെസിഫിക് ആയിട്ട് എടുക്കേണ്ട ചില ലൈസൻസസ് ഉണ്ട്, അത് എടുക്കാൻ നോക്കിയാലോ? ഇനി ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആണോ നിങ്ങളുടേത്? എങ്കിൽ എന്തായാലും എടുക്കേണ്ട ലൈസൻസ് ആണ് FSSAI ലൈസൻസ്. ഇനി നിങ്ങൾ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ എന്തായാലും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോഡ് എടുത്തിരിക്കണം. ഇനി ഹെർബൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ആയുർവേദിക് പ്രൊഡക്ട്സോ ആണോ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്? എങ്കിൽ എന്തായാലും എടുത്തിരിക്കേണ്ട ഒരു ലൈസൻസ് ആണ് ആയുഷ് ലൈസൻസ്. ഇനി നിങ്ങൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നവരാണോ? എങ്കിൽ എന്തായാലും വേണ്ട ഒരു ലൈസൻസ് ആണ് കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് ഡ്രഗ് ലൈസൻസ്. ഇനി നിങ്ങളുടെ ബിസിനസ് മൈക്രോ, സ്മോൾ, മീഡിയം കാറ്റഗറിയിൽ പെട്ടതാണോ? എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ ആണ് ഉദ്യം രജിസ്ട്രേഷൻ. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ അല്ല, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ പല ഫീസിൽ നിന്നും ഇളവ് കിട്ടും, അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ബാങ്ക് ലോൺസിന് ഇൻട്രസ്റ്റ് കുറവായിരിക്കും, തുടങ്ങി ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. So if you have any doubts, please contact Covey Corporate Services.